പുറത്ത് കിടക്കുന്ന കാറ് നിങ്ങളുടെ ആരെങ്കിലുടെ ആണോ? ഞാൻ പറഞ്ഞു എന്തു പറ്റി? ശക്തമായ മഴ. അവൻ്റെ വണ്ടി എൻ്റെ വണ്ടിയിലിരിക്കുന്നത് ഒരാൾ കണ്ടിട്ടില്ല. മഴ കാരണം ഞാനത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അവനോട് ഞാൻ പോലും അറിയാതെ ക്ഷമിച്ചു പോയി എന്നുള്ളൂ. അപ്പോൾ പലരും ചോദിക്കുക അച്ഛൻ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാനിത് പറയും. ഞാൻ പോലും അറിയാതെ എൻ്റെ അടുക്കൽ നിന്ന് ക്ഷമയെന്ന പുണ്യം അവൻ അടിച്ചു മാറ്റി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. സ്തുതി പറയാൻ പോയതാ, പക്ഷെ തല്ലിയിട്ട് പോന്നു. തല്ലാൻ പോയതാ, പക്ഷേ ഒന്ന് കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷത്തോടെയാണ് തിരിച്ചു പോകുന്നത്. നിങ്ങൾ ഈ അച്ഛന്മാർ എപ്പോഴും ക്ഷമിക്കുക, മറക്കുക, പൊറുക്കുക എന്നതിനെയൊക്കെ പറ്റി വാദോരാതെ ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്. മറ്റുള്ളവരുടെ കൊള്ളരുതായ്മകൾക്ക് എന്നും സഹിച്ചുകൊണ്ട് അതിന് ചുവടെ നിൽക്കണം എന്നൊരർത്ഥം ക്ഷമക്കില്ല. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഒരു ദിവസം എൻ്റെ ഒരു കസിൻ ചേച്ചി, എന്നെക്കാൾ ഒരുപാട് മുതിർന്ന ഒരു കസിൻ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ അച്ഛന്മാർ എപ്പോഴും ക്ഷമിക്കുക, മറക്കുക, പൊറുക്കുക എന്നതിനെയൊക്കെ പറ്റി വാദോരാതെ ഇങ്ങനെ പ്രസംഗിക്കാറുണ്ടല്ലോ. അപ്പം ക്ഷമിക്കണമെങ്കിൽ ആരോടാണ് ഞാൻ ക്ഷമിക്കേണ്ടത്? എന്തെങ്കിലും കുരുത്തക്കേട് എന്നോട് കാണിച്ചിട്ടുണ്ടാവും, ആ വ്യക്തിയോടാണല്ലോ ഞാൻ ക്ഷമിക്കേണ്ടത്. അപ്പോൾ ക്ഷമിക്കണം, പൊറുക്കണം, മറക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഈ കുരുത്തക്കേട് കാട്ടുന്നവർക്ക് ഒരു പ്രചോദനമല്ലേ കുരുത്തക്കേട് കാട്ടാൻ? അപ്പോൾ അതിനേക്കാൾ ഉപരി അസ്വസ്ഥത ഉണ്ടാക്കുന്നവരോട് അത് ഉണ്ടാക്കരുത് എന്ന് പ്രസംഗിക്കുന്നതല്ലേ ക്ഷമിക്കണം, പൊറുക്കണം അല്ലെങ്കിൽ മറക്കണം എന്നൊക്കെ പ്രസംഗിക്കുന്നതിനേക്കാളും നല്ലത് എന്ന് ചോദിക്കേണ്ടായി. പ്രിയമുള്ളവരെ, ഈ ക്ഷമിക്കുക എന്നുള്ളൊരു വാക്കിന് അതിൻ്റേതായ ഒരു അർത്ഥമുണ്ട്, അതിൻ്റേതായ ഒരു ആഴമുണ്ട് എന്നുള്ള. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ ആ വ്യക്തിയോട് വെറുപ്പ്, പക, വിദ്വേഷം എന്നിവ എടുത്തു മാറ്റുക. അത് ഹൃദയം കൊണ്ടുള്ളൊരു തീരുമാനമാണ്. അതായത് പ്രതികാരം, വെറുപ്പ്, പക ഇവ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് പരിശ്രമിക്കുക. മറ്റുള്ളവരുടെ കൊള്ളരുതായ്മകൾക്ക് എന്നും സഹിച്ചുകൊണ്ട് അതിന് ചുവടെ നിൽക്കണം എന്നൊരർത്ഥം ക്ഷമക്കില്ല. ഒരു കൂട്ടുകച്ചവടം, അതിൽ എൻ്റെ കൂട്ടുകാരൻ എന്നെ വഞ്ചിച്ചു, പറ്റിച്ചു, ഞാനത് തിരിച്ചറിഞ്ഞു, ഞാനോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവനോട് കൂട്ടുകച്ചവടം ആരംഭിക്കണം എന്നതിനകത്ത് അർത്ഥമില്ല. വീണ്ടും കൂട്ടുകച്ചവടം ആരംഭിക്കണമെങ്കിൽ ക്ഷമ മാത്രം പോരാ, അവൻ അനുരഞ്ജനം സ്വന്തമാക്കി, അല്ലെങ്കിൽ അവനോട് അനുരഞ്ജനപ്പെടുക എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി എന്നോട് വീണ്ടും ചേർന്ന് നിൽക്കാനും അങ്ങനെ അവിടെ ഒരു അനുരഞ്ജനം സൃഷ്ടിക്കാനും സാധിച്ചാൽ വീണ്ടും നമുക്ക് കൂട്ടുകച്ചവടം ആരംഭിക്കാം. അല്ല എങ്കിൽ ക്ഷമ മാത്രം മതി. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഒരു സുന്ദരമായ ഒരു അകലം സൂക്ഷിക്കുക എന്നൊരർത്ഥം കൂടെയുണ്ട്. ക്ഷമ എന്നത് ഹൃദയത്തിൻ്റെ ഒരു ഭാവമാണ്. അതായത് ചില വ്യക്തികൾ നമ്മളോട് ചില പ്രവർത്തികൾ ചെയ്തതിൻ്റെ പേരിൽ ആ വ്യക്തിയോട് ഉള്ളിൽ പക, പ്രതികാരം, വെറുപ്പ് ഇവയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചീഞ്ഞു പോകുന്നത് നമ്മളുടെ തന്നെ ഹൃദയമാണ്. അതുകൊണ്ട് ആ ഹൃദയത്തെ അഴുക്ക് ചാലിൽ നിന്ന് അല്ലെങ്കിൽ അഴുകിപ്പോകാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു പുണ്യമാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ക്ഷമയെപ്പറ്റി വാദോരാതെ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വിഷയം ഇന്ന് വിചിന്തനത്തിനെടുത്തത്. വേറൊരു കാര്യം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ക്ഷമ നമുക്ക് മോഷ്ടിക്കാൻ പറ്റും. എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു ദിവസം ഒരു പ്രസ്സിൽ പോയിട്ട് ആ പ്രസ്സിൻ്റെ ഉള്ളിൽ കയറി ചില കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് അവിടെയുള്ള സഹോദരിയുടെ സഹായത്തോടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ. ഒരു ചെറുപ്പക്കാരൻ, ഒരു 25-30 വയസ്സ് പ്രായം ഉണ്ടാകും. അവൻ ഈ പ്രസ്സിലേക്ക് കയറി വന്നിട്ട് ചോദിച്ചു, പുറത്ത് കിടക്കുന്ന കാറ് നിങ്ങളുടെ ആരെങ്കിലുടെ ആണോ? അപ്പം ഞാൻ പറഞ്ഞു, ഒരു കറുത്ത കാറാണ്. അതെ, അതെൻ്റെയാണെന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ ഒന്ന് പുറത്തേക്ക് വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അച്ഛാ, ഞാൻ പച്ചക്കറി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതാണ് തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ പച്ചക്കറി അവിടെ ഇറക്കിയിട്ട് വണ്ടി ഇങ്ങനെ പുറകിലേക്ക് എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, മഴയായതുകൊണ്ടും എന്തോ അച്ഛൻ്റെ കാറിലൊന്ന് മുട്ടിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫ്രണ്ട് ഡോറ് അത്യാവശ്യം ഉള്ളിലോട്ട് നന്നായി ചളങ്ങിയിരിപ്പുണ്ട്. അപ്പം ഞാൻ വളരെ സങ്കടത്തോടെ അവനെ നോക്കി. കാരണം കുറച്ച് കാശ് ചിലവാകും. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ അറിയാതെ പറ്റിപ്പോയതാണ്, പക്ഷെ കുഴപ്പമില്ല, തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട് അച്ഛൻ, ആ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇത് കാണിക്കുക, എത്രയാവുമോ ഇത് നേരെയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചിലവാകോ അത് ഞാൻ കൊടുത്തോളാം. ഇതെൻ്റെ നമ്പറാണ് അച്ഛാ, ഞാനവിടെ വിളിച്ച് പറഞ്ഞോളാം, എൻ്റെ ഒരു പരിചയക്കാരനാണ്, അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, അറിയാതെ പറ്റിപ്പോയാണെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ അവൻ്റെ അടുത്ത് നമ്പർ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ലടാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പ്രസ്സിൽ കയറി
എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു. മഴയൊക്കെ മാറി ഞാൻ തിരിച്ച് എൻ്റെ പള്ളിമേടയിലേക്ക് പോകുമ്പോൾ ഞാൻ ഇവനെപ്പറ്റി ഒന്നുകൂടെ ആലോചിച്ചു. പ്രിയമുള്ളവരെ, ശക്തമായ മഴ, അവൻ്റെ വണ്ടി എൻ്റെ വണ്ടിയിലിടിക്കുന്നത് ഒരാൾ കണ്ടിട്ടില്ല. മഴ കാരണം ഞാനത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അതുമല്ല, ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഞാനത് ഉടനെ കാണാനും പോകുന്നില്ല. വേണമെങ്കിൽ അവന് പോകാമായിരുന്നു. സാധാരണ സംഭവിക്കാറുള്ളത് പതുക്കെ ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുകളയും. പക്ഷേ അവൻ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി. ഞാനിരിക്കുന്ന പ്രസ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഒരറ്റത്താണ്. അവൻ മറ്റ് കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ കയറി ഇറങ്ങി ഏറ്റവും അവസാനമാണ് ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. കാരണം ഈ അറ്റത്താണ്. എന്നിട്ട് അവൻ ഈ കാറിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് കണ്ടുപിടിച്ച്, ഞാൻ അച്ഛനായതുകൊണ്ടൊന്നും അല്ലാട്ടോ അവൻ എന്നോട് ഇത് പറഞ്ഞത്, അതെൻ്റെ കാറാണെന്ന് പോലും അവൻ അറിയത്തില്ലായിരുന്നു. അവനത് കണ്ടുപിടിച്ച് എൻ്റെ അടുത്ത് നമ്പർ തന്ന് അവൻ എന്നോട് മാപ്പ് ചോദിച്ച് അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അവനോട് ഞാൻ പോലും അറിയാതെ ക്ഷമിച്ചു പോയി എന്നുള്ളൂ. ക്ഷമിച്ചു പോയി എന്നതിന് വേറൊരു കാരണവും കൂടിയുണ്ട്. ഞാൻ വർക്ക്ഷോപ്പിൽ പോയില്ല. ഞാൻ ആ വർക്ക്ഷോപ്പുകാരൻ്റെ അടുത്ത് പോയില്ല. അവൻ്റെ ചിലവിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് കാർ ഞാൻ നന്നാക്കിയില്ല. കുറച്ച് നാൾ ആ കാറ് ഞാൻ അങ്ങനെ ആ പോരായ്മയോടുകൂടെ കുറച്ച് നാൾ കൊണ്ട് നടന്നു. അപ്പോൾ പലരും ചോദിക്കും, അച്ഛൻ തെറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാനിത് പറയും. 1-2 ദൈവാലയങ്ങളിൽ ചില പ്രസംഗങ്ങളിൽ പോയപ്പോൾ അവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാനെൻ്റെ അവനെ വിളിച്ചിട്ടുണ്ട്. അവനോട് ഞാൻ സംസാരിച്ചു. എടാ, ഞാൻ നിന്നെ വിളിക്കുന്നത് വേറെ ഒന്നുമല്ല, നിൻ്റെ ആ ഒരു മനോഭാവം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനിത് ഞാൻ പല സ്ഥലത്തും ഇത് പറയാനും സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ക്ഷമ എന്ന് പറയുന്നത് ക്ഷമിക്കുന്നവൻ്റെ ഒരു പുണ്യമായിട്ടല്ല, മറിച്ച് അത് ആർക്കാണോ കൊടുക്കുന്നത് അവൻ്റെ ഒരു പുണ്യം കൂടെയാണ്. പലപ്പോഴും നമ്മളിങ്ങനെ ക്ഷമിക്കുക എന്ന് പറയുന്നത്, ആരാണോ ക്ഷമിക്കുന്നത് അവനാണ് അവിടെ വിജയി എന്നാണ് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ആരോടാണോ ഞാൻ ക്ഷമിക്കുന്നത് ആ വ്യക്തി കൂടെ ചിലപ്പോൾ നാം പോലും അറിയാതെ ഇങ്ങനെ വിജയത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കും. ഞാൻ പോലും അറിയാതെ എൻ്റെ അടുക്കൽ നിന്ന് ക്ഷമയെന്ന പുണ്യം അവൻ അടിച്ചു മാറ്റി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. പ്രിയമുള്ളവർ, നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, ചിലപ്പോൾ സ്തുതി പറയാൻ പോയതാ പക്ഷെ തല്ലിയിട്ട് പോകുന്നു, തല്ലാൻ പോയതാ പക്ഷേ ഒന്ന് കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷത്തോടെയാണ് തിരിച്ചു പോകുന്നത്. പ്രിയമുള്ളവരെ, എങ്ങനെ നാം മറ്റുള്ളവരോട് പെരുമാറും? സ്വാഭാവികമാണ്, അബദ്ധങ്ങൾ സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ ആ തെറ്റുകളൊക്കെ സംഭവിക്കുമ്പോഴും ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ചില മനോഭാവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കയ്യിലിരിപ്പ് വായിലിരിപ്പ് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതുകൊണ്ട് നല്ല വായിലിരിപ്പ്, നല്ല കയ്യിലിരിപ്പ് സ്വന്തമാക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നാം പോലും അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നുകൂടുന്ന ഒരുപാട് തെറ്റുകൾ മറ്റുള്ളവർ നമുക്ക് മാപ്പ് തരുവാന്നേ. കാരണം ഈ ഒരു സഹോദരൻ അതിന് വ്യക്തമായൊരു ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എളിമയുള്ളവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ക്ഷമ സ്വീകരിക്കാനുള്ള യോഗ്യതയുള്ളൂ. അതുകൊണ്ട് ക്ഷമ സ്വീകരിക്കേണ്ട ഒരടിസ്ഥാന യോഗ്യത എളിമയാണ്. അതുകൊണ്ട് എളിമ എന്ന പുണ്യത്തിൽ വളരാനും അപരനിൽ നിന്ന് ക്ഷമ അടിച്ചു മാറ്റാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിനെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.